സ്ക്രീനിൽ കാണുന്നത് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരുടെ ചിത്രങ്ങൾ കൂടിയാണ്. കുന്നംകുളം SI ആയിരുന്ന നുഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. സ്റ്റേഷനുള്ളിലേക്ക് സുജിത്തിനെ കൊണ്ടുവരുന്നു. ഒരാൾ ആദ്യം ചെവിക്കല്ല് നോക്കിയാണ് അടിക്കുന്നത് സുജിത്തിനെ. 2023 ഏപ്രിൽ 5 നടന്ന കേസാണ്. അന്ന് ആ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അതിദാരുണമായിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹം കൊലകുറ്റം ചെയ്തോ? ആരെ കൊന്നോ? അല്ലെങ്കിൽ പിടിച്ചു പറിച്ചോ? അല്ലെങ്കിൽ ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തു നിൽക്കട്ടെ. പോലീസിന് അവരെ മർദ്ദിക്കാനും ശിക്ഷിക്കാനുള്ള എന്ത് അധികാരമുള്ളത്? കൂട്ടുകാർ വഴിയരികി നിൽക്കുന്നത് പോലീസ് ചോദ്യം ചെയ്തു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പോലീസുമായി ബന്ധപ്പെടുന്നത് സുജിത്ത്. പിന്നാലെയാണ് സുജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശത്തിനെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ ഒരു യാദൃശ്ചികമായിട്ട് കാണാൻ പറ്റില്ല. അത് നിരന്തരമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നും ഇവിടെ എലക്ട് ചെയ്യപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ടെന്നും അതിൻ്റെ കീഴിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പോലീസ് സേന എന്നും ഉള്ള കാര്യം പലപ്പോഴും പോലീസിന് മറന്നു പോകുന്നുണ്ട്. പോലീസ് എന്ന് കൃത്യമായിട്ട് ഇവിടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രമാണ്. അല്ലാതെ ആളുകളെ കൈയാറ്റം ചെയ്യാനോ അവകാശങ്ങളെ ഹനിക്കാനോ ഉള്ള ഒരു റൈറ്റും പോലീസിനില്ല എന്ന കാര്യം പലപ്പോഴും പോലീസ് മറന്നു പോകുന്നുണ്ട്. പിന്നീട് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കം ഒരു കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കാനടക്കം നീക്കമുണ്ടായി. ആരാണ് ഇവർക്ക് ഇത്ര അധികാരം കൊടുത്തിട്ടുള്ളത്? എന്തിന്റെ ബേസിലാണ് ഇവരത് ചെയ്യുന്നത്? നമ്മുടെ ഭരണകൂടമായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായാലും കൃത്യമായിട്ട് ഇതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ ജനങ്ങൾ നിയമം കയ്യിലെടുത്തു തരും. പോലീസ് ട്രെയിനിങ് സമയത്ത് എല്ലാ പോലീസുകാർക്കും എന്താണ് ജനാധിപത്യ സംവിധാനം എന്നും എന്താണ് മനുഷ്യാവകാശം എന്നും എന്താണ് നിയമ സംവിധാനം എന്നും എവിടെ വരെയാണ് പോലീസുകാരുടെ അധികാരം ഉള്ളതെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആക്ച്വലി ഇതിൽ രാഷ്ട്രീയക്കാർക്ക് വലിയ പങ്കുണ്ട്. കാരണം എന്ത് ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടും, ഇവിടെ വിഷയമല്ല എന്നുള്ള ധാരണ പോലീസുകാർക്ക് ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി എതിരുള്ള ഓപ്പോസിറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ സ്റ്റേഷനിലോ മറ്റോ വരുമ്പോൾ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് സന്തോഷമാവും എന്നൊരു ദാസ്യ മനോഭാവം എന്തുണ്ട് പല പോലീസുകാർക്കുണ്ട്. എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നൊരു ബോധ്യത്തിനനുസരിച്ചാണ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഈ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അയാളെ മർദ്ദിച്ചാൽ ഇപ്പം ഇൻ കേസ് ആരും ചോദിക്കാൻ പറ്റില്ല. കാരണം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ചോദ്യം ഉണ്ടാവില്ല എന്നൊരു ധാരണയാണ് പോലീസുകാർക്ക് മിക്കവാർക്കും ഉണ്ടാവുക. ഇതിപ്പം ഓപ്പോസിറ്റ് ആയാലും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ആയാലും സ്വാഭാവികമായിട്ടും CPM രണ്ടിടിച്ചാൽ ആരും ചോദിക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ അതിക്രമണം കാണിച്ചു കൂട്ടുന്ന പോലീസുകാരെ കൃത്യമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് നിയമ നടപടി എടുത്തിട്ട് അവരെ സർവീസിന് എന്നേക്കുമായിട്ട് മാറ്റി നിർത്തുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല.